ബാൽ താക്കറുടെ മകൻ ഉദ്ധവ് താക്കറെ. പിതാവ് ബാൽ താക്കർ എന്തായിരുന്നോ അതിന് നേരെ ഉൾട്ടാ പൊളിറ്റിക്സിൻ്റെ ആമാശയവാദ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ വ്യക്താവായിരുന്നു മകൻ ഉദ്ധവ് താക്കർ. അതിൻ്റെ വിലയാണ് ഇന്ന് അദ്ദേഹം നൽകേണ്ടി വരുന്നത്. പൂനെയിൽ നിന്ന് മുംബൈയിലെത്തി, ഒരു കാർട്ടൂണിസ്റ്റായി മുംബൈയിലെത്തി, തുമ്പിൽ മുംബൈ നഗരത്തെ നിർത്തിയ ബാൽ താക്കറെ, ഹിന്ദുത്വ സാമ്രാട്ടെന്ന് അനുയായികൾ മാനവളം വാലിപ്പുകഴ്ത്തിയ ബാൽ താക്കർ ഇന്നും പാർലമെൻ്ററി അധികാര സ്ഥാനങ്ങളോട് മുഖം തിരിച്ചു നിന്നിട്ടുള്ള നേതാവ്. പക്ഷേ 2014 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPക്ക് ഓഫർ ചെയ്തത് 120 സീറ്റുകളാണ്. ആ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയത് 121 സീറ്റുകളും ഉദ്ധവ് താക്കറുടെ ശിവസേനയ്ക്ക് കിട്ടിയത് 66 സീറ്റുകളാണ്. ഉദ്ധവ് താക്കറെ തെറ്റു പറയാൻ പറ്റില്ല. തൻ്റെ പിതാവിൻ്റെ കാലത്ത് ശിവസേനയുടെ ഒരു ജൂനിയർ പാർട്ണറായിരുന്ന BJP മഹാരാഷ്ട്രയിൽ ഒരു വൻ ശക്തിയായി മാറിയത് അദ്ദേഹം ഒരുപക്ഷെ തിരിച്ചറിയാൻ വൈകിപ്പോയതുകൊണ്ടാവാം. പക്ഷേ അന്ന് ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കി ശിവസേന BJP സഖ്യം ഭരിക്കുകയും 5 വർഷത്തിന് ശേഷം ഭരണ തുടർച്ച നേടിയപ്പോഴാണ് ഉദ്ധവ് താക്കറെ വീണ്ടും തൻ്റെ മോഹം പുറത്തേക്കെടുക്കുന്നത്. തനിക്ക് മുഖ്യമന്ത്രിയാവണം. 60 സീറ്റുള്ളവന് 120 സീറ്റുള്ളവൻ്റെ മുന്നിൽ മുഖ്യമന്ത്രിയാവണം. അത് BJP അംഗീകരിക്കാതെ വന്നപ്പോൾ രാഷ്ട്രീയമായി ഉദ്ധവ് താക്കർ ആരൊക്കെയാണ് ഇന്നലെ വരെ എതിർത്തിരുന്നത്? കോൺഗ്രസ്, NCP, ഈ 2 കക്ഷികളെയും കൂട്ടുപിടിച്ച് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി അധികം പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിരുന്ന ഏകനാഥ് ഷിൻഡെ, പഴയൊരു ഓട്ടോറിക്ഷക്കാരനാണ്, തൊഴിലാളി വിഭാഗത്തിൽ നിന്നും ദളിത് വിഭാഗത്തിൽ നിന്നും നേതാവാണ്. കൊട്ടാര വിപ്ലവം എന്ന് പറഞ്ഞാൽ ഉദ്ധവ് താക്കറുടെ കയ്യിലിരുന്ന പാർട്ടി 14 MLAമാരിലേക്ക് ഒതുങ്ങിപ്പോകുന്ന കാഴ്ചയാണ്. പാർട്ടി ഏകനാഥ് ഷിൻഡെ കൊണ്ടുപോയി, ചിഹ്നം ഏകനാഥ് ഷിൻഡെ കൊണ്ടുപോയി. അങ്ങനെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ ആ ബൃഹത്തായ സഖ്യം, അതായത് NCP, കോൺഗ്രസ്, ഉദ്ധവ് താക്കറെ സഖ്യം, ഉദ്ധവ് താക്കറെ അപ്പോഴും പറഞ്ഞു തന്നെ മുഖ്യമന്ത്രിയാക്കി മഹാരാഷ്ട്രയിൽ ഉയർത്തി കാണിക്കണം. കോൺഗ്രസും NCPയും തയ്യാറായില്ല. പക്ഷേ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന മുന്നണിയെ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞു എന്നൊരു വിശ്വാസമുണ്ട്. പക്ഷെ ആ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോഴും ഉദ്ധവ് താക്കർ വിഭാഗത്തിന് 9 MPമാരാണ് ലോക്സഭയിലുള്ളത്. ഏകനാഥ് ഷിൻഡെ വിഭാഗത്തിന് 8 MPമാരും. പക്ഷേ അജിത് പവാറിന് അന്ന് സംഭവിച്ച പോലുള്ള വലിയ തിരിച്ചടികളൊന്നും ശിവസേനയിൽ ഏകനാഥ് ഷിൻഡെക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കാറ്റല്ലല്ലോ, കൊടുങ്കാറ്റായിരുന്നു. കാരണം മുഖ്യമന്ത്രിയാവാൻ ഷർട്ട് തയ്പ്പിച്ചിരുന്ന കോൺഗ്രസ്സുകാരനും NCPക്കാരനും ശിവസേനക്കാരനും ഒക്കെ ശിവസേനയ്ക്ക് കിട്ടിയിരിക്കുന്നത് 20 MLAമാർ, കോൺഗ്രസ്സിന് 14, NCPക്ക് 10. അവിടം തൊട്ട് തൻ്റെ കാൽ കീഴിലെ മണ്ണൊലിച്ചു പോയത് ഒരു തിരിച്ചറിവോടെ ഉദ്ധവ് താക്കറെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ വികസനത്തിൻ്റെ പുതിയൊരു അധ്യായം തുടക്കം കുറിച്ചുവെന്നാണ് സാമനയിൽ മുഖപ്രസംഗം എഴുതിയത്. മഹാരാഷ്ട്ര നിയമസഭയുടെ വേനൽക്കാല ആസ്ഥാനമായ നാഗപ്പൂരിലെ മുഖ്യമന്ത്രിയുടെ നിയമസഭാ മന്ദിരത്തിലെ ഓഫീസിൽ ചെന്ന് ഉദ്ധവും സംഘവും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ കാണുന്നു. മഹാരാഷ്ട്രയിൽ ഒരു പ്രാദേശിക നേതാവ് കൊടുത്തുവെന്ന് അവരവകാശപ്പെടുന്ന പരസ്യം. ബാബറി മസ്ജിദ് തകർത്തതിൻ്റെ വാർഷികത്തിൽ ആ ദിനത്തെ അഭിമാനം കൊള്ളുന്നുവെന്ന് പറഞ്ഞ് മഹാരാഷ്ട്രയിലെ ഒരു പ്രാദേശിക നേതാവ് പ്രാദേശിക പത്രത്തിൽ കൊടുത്ത വാർത്ത. ഉദ്ധവ് താക്കറെ ആ വാർത്തയെ നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല. അതുപോലെ ലോകസഭയിൽ അവസരം കിട്ടുമ്പോഴൊക്കെ മഹാരാഷ്ട്രയുടെ അഭിമാനമായിരുന്ന വീർ സവർക്കറെ അപമാനിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾക്കെതിരെ ഉദ്ധവ് താക്കറെ നിൽക്കുന്ന നിലപാടുകൾ. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കപ്പെടുമ്പോൾ ഉദ്ധവ് താക്കറെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള 9 MPമാർ സഹിതം ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് വരുമോ എന്നൊരു ചർച്ച വളരെ സജീവമാണ്. പക്ഷേ ഈ ചർച്ചയ്ക്കിടയിലും അദ്ദേഹം എപ്പോഴും ഉയർത്തി പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം വളരെ ഹൈപ്പിൽ പറയുന്നത് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിലാണ്. ദേവേന്ദ്ര ഫട്നാവിസ് മികച്ച ഭരണാധികാരിയാണ്. അദ്ദേഹം വികസനത്തിൻ്റെ പുതിയ തുടക്കം കുറിച്ചിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ മുന്നണിയിൽ, ഇന്ത്യ മുന്നണിയിൽ ഡൽഹിയിൽ യോഗം കൂടുമ്പോൾ കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായി കുഞ്ഞാലിക്കുട്ടിയും പോകും. അപ്പോൾ മുന്നിൽ
ബാബറി മസ്ജിദ് പൊളിച്ചത്, രാമക്ഷേത്രം പണിതത് അഭിമാനമെന്ന് പറയുന്ന ഉദ്ധവ് താക്കറെ ഇരിക്കുമ്പോൾ പുറകിലിരിക്കുന്ന ലീഗുകാരൻ്റെ മാനസികാവസ്ഥ എന്താ? ഉദ്ധവ് താക്കറുടെ മഹാരാഷ്ട്രയുടെ വീരാഭിമാന കഥാപാത്രമായി വീർ സവർക്കറെ ഉയർത്തിക്കാണിക്കുന്ന ഉദ്ധവ് താക്കറെ ഫ്രണ്ടിലിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ എന്താണ്? ഏതായാലും തൻ്റെ പിതാവ് ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാതെ മഹാരാഷ്ട്രയുടെ മണ്ണിൽ നിലനിൽപ്പില്ല എന്ന് കാണുമ്പോൾ, മഹാരാഷ്ട്ര നിയമസഭയിൽ 20 MLA-മാരുടെ പിന്തുണയുള്ള, ലോക്സഭയിൽ 9 MP-മാരുള്ള ഉദ്ധവ് താക്കറെ വിഭാഗം സമീപ ദിവസങ്ങളിൽ തന്നെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമായി തിരിച്ചു വരും.